മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സമവായമാകാത്തതോടെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് രാഷ്ട്രപതി ഭരണമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് വിവരങ്ങൾ? ഈ എൻ ബീരേൻ സിംഗ് നിലവിൽ കാവൽ മുഖ്യമന്ത്രിയായി തുടരുമോ? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും മണിപ്പൂരിൽ അനിശ്ചിതത്വങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഉത്തരവ് അത് സംബന്ധിച്ച് ഇറങ്ങിയിരിക്കുന്നു. ഇനി രാഷ്ട്രപതിയുടെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ 9-നാണ് മുഖ്യമന്ത്രിയായിരുന്ന എൻ ബീരേൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2023 മുതൽ മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കൊണ്ട് കലുഷിതമാണ് മണിപ്പൂർ. അത് നേരിടുന്നതിൽ പലപ്പോഴും ഈ സർക്കാർ പരാജയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഈ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബീരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത്. അതിനുശേഷം ഈ രാഷ്ട്രപതി ഭരണത്തിലേക്കെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ BJP ആ ഭരണം കൈവിട്ട് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി പുതിയ ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാനുള്ള നീക്കമാണ് നടത്തിയിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെയൊക്കെ ഡൽഹിയിലും അതുപോലെ തന്നെ മണിപ്പൂരിലുമൊക്കെയായി തിരക്കിട്ട ചർച്ചകളാണ് നടന്നിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഒരു സമവായം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉള്ള ഒരു കാര്യം. കാരണം ഈ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള 10 MLA-മാർ നിലവിൽ ഈ സർക്കാരിന് പിന്തുണയുണ്ട്. അവരുടെ കൂടി ഒരു സമവായത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഈ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലടക്കം സമവായം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ അത് എത്താൻ കഴിയാത്ത ഒരു നില വന്നു. ഏതായാലും ഇപ്പോൾ മണിപ്പൂർ രാഷ്ട്രപതിയുടെ ഭരണത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ BJP പുതിയൊരു സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി ഇപ്പോൾ മണിപ്പൂർ രാഷ്ട്രപതിയുടെ ഭരണത്തിലേക്ക് പോകുന്നു. ഇനി രാഷ്ട്രപതി ഭരണത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷങ്ങൾ, കലാപങ്ങൾക്കൊക്കെ ഒരു അറുതി വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും ഈ മണിപ്പൂർ അങ്ങനെ അനിശ്ചിതത്വങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലേക്ക് എത്തിയിരിക്കുന്നു. ശരി, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സമവായമാകാത്തതോടെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. വിവരങ്ങളാണ് ആന്റണി ജി ജോർജ് നൽകിയത്.